ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളൊരു പുതിയൊരു ദിവസത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്ത്യൻ വെഡിങ് ആണ്. ഒരുപാട് റിച്വൽസ് ഒന്നുമില്ല, പള്ളിയിലെ കുറച്ച് പ്രോഗ്രാം, റിസപ്ഷൻ, അങ്ങനെ കുറച്ചൊരു സ്ഥിരം എല്ലാ പാറ്റേൺ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ റിലീജിയൻ മാറുന്നതനുസരിച്ച് കുറച്ചധികം വ്യത്യാസങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് അങ്ങനെയാണ്. ഇന്നും നമുക്ക് ഗ്രൂമാണ്. ഗ്രൂം ഇതിലായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി വെന്യൂലെത്തി. വെന്യൂ അല്ല, ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഷോട്ട്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ബുക്ക് ചെയ്തേക്കുന്ന ഒരു ലൊക്കേഷനാണ്. ചങ്ങനാശ്ശേരിയാണ് സ്ഥലം. അപ്പോൾ ഇനി ഗ്രൂം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഗ്രൂമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ലൊക്കേഷനൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് തിരിച്ചു. ചങ്ങനാശ്ശേരി ബൈപ്പാസിലുള്ള ഈ ലൊക്കേഷനിൽ ഒരുവിധം എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ് ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. മോർണിംഗ് ലൈറ്റിൽ കുറച്ച് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും. കുറച്ച് വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കൈസ്, ഒരു രക്ഷയില്ല. കഴിഞ്ഞ വീഡിയോ തൊട്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് പറഞ്ഞു, കൂടുതലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഫോട്ടോഗ്രാഫി സംബന്ധിയായിട്ടല്ലാത്ത കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഇനി ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനായിട്ടും ഇതിൽ വിഷയമാക്കാനും ശ്രമിക്കാം. ഫോട്ടോഗ്രാഫിയാണ് കേസ് ഞാൻ കൂടുതലും ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതലും വീഡിയോസ് അങ്ങനെ ആയിരിക്കണം വരുന്നത്. പിന്നെ അതുമായിട്ട് സംബന്ധമായിട്ടുള്ള നോർമൽ കാര്യങ്ങൾ സംസാരിക്കാം. അത് സംസാരിച്ചുകൊണ്ട് കുറച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് അപ്പോഴേക്കും നമ്മളോട് ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള അശ്വൻ എത്തി. അശ്വനാണ് ഇന്നത്തെ നമ്മളെ ഫോട്ടോഗ്രാഫർ. അശ്വൻ ഇന്ന് ഫുള്ള് നമ്മളിവിടെ കാണും. വേറെ മെമ്പറാണ്. ഹായ് അശ്വൻ. വെൽക്കം ടു അവർ വ്ളോഗ്. എടാ വ്ളോഗ് എന്ന് പറയുമ്പോൾ പോലടാ, എടാ എന്നെ പേടിച്ച് വിട്ടുപോകണോ? എല്ലാവരും ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിന് ക്യാമറ വ്ളോഗിങ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓട്ടമാണ്. അവർക്ക് ക്യാമറ ഉപയോഗിക്കാൻ ഭയങ്കര ചളുപ്പാണ്. അപ്പോൾ ഞാൻ അഭിപ്രായമില്ലേ? അതെന്താ എടേ, എന്ത് നീ ഇങ്ങനെ അന്തർമുഖനായിട്ടിരിക്കുന്നത്? നീ സംസാരിക്കേ. ഗൈസ് കണ്ടോ, വ്ളോഗിങ് എന്നൊക്കെ പറഞ്ഞ ക്യാമറ, ഇവൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, പക്ഷേ ക്യാമറ ഒക്കെ എടുത്ത് ഫ്രണ്ടിൽ വെക്കുമ്പോഴത്തേക്ക് എടാ നീ മുഖം കാണിക്കടാ. നീ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? നിനക്ക് ലജ്ജയില്ലേ ഇതൊക്കെ? എനിക്കറിയില്ല. ഇവനാണ് ക്ലൈൻറ്റ് അടുത്ത് അങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ചിരുത്തി ഇടങ്ങേറാക്കി ഫോട്ടോ എടുക്കുന്ന മനുഷ്യനാണ്. എടാ ഇങ്ങോട്ട് നോക്കടാ നീ. ഇതാണ് അശ്വൻ രമേശ് ഗൈസ്. കുറച്ച് സീരിയസ് ടോക്ക് ആകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ക്യാമറ എടുത്ത് സെറ്റിങ്സ് ഒക്കെ നോക്കി. ഇനി അടുത്ത ഏത് പ്രൊഫൈൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി, ടെക്നിക്കൽ സൈഡൊക്കെ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവാതെ ക്യാമറ തത്തു വെച്ചു. നേരത്തിനിടയ്ക്ക് ഗ്രൂം എത്തി. പിന്നെ ഗ്രൂമിൻ്റെ ഷോട്ട് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ലേറ്റാ വന്ന ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഗ്രൂമിനോട് നമ്മൾ എന്ത് പറയാനാണ്? ഗ്രൂമിന് വേണ്ടി 1 മണിക്കൂറായി നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗ്രൂം നമ്മളോട് ഒരുപാട് സോറി പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞു, ഹാഫ് ആൻ അവർ നമുക്ക് പ്രോഗ്രാം എല്ലാം തിരിച്ച് വീട്ടിൽ പോകണം. കാരണം 1.5 മണിക്കൂറാണ് ഫോട്ടോഗ്രാഫിക്ക് അലോഡ് ആയിട്ടുള്ള ടൈം. പക്ഷേ അതിൽ 1 അവർ നമ്മൾ ഡിലേ ആയല്ലോ. അപ്പോൾ പുള്ളിക്ക് കൈയൊക്കെ കൊടുത്ത് ഷൂട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേറൊരു ടാസ്ക്, അവരുടെ വെഡ്ഡിങ് ഡേ ആയിട്ട് തന്നെ ഓൾറെഡി അവർ ടെൻസ്ഡ് ആയിരിക്കും. അതുതന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒക്കെ നന്നാവുമോ, ആ വീഡിയോ ഒക്കെ നന്നാവും എന്നുള്ള ടെൻഷൻ ഓൾറെഡി അവർക്ക് കാണും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ അവരെ കാണിച്ച് കുറച്ച് ഹാപ്പി ആക്കുകയാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. പിന്നെ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാറുമുണ്ട്. ടെൻഷനായിട്ട് കല്യാണ ദിവസം തന്നെ നമുക്ക് വേണ്ടി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അങ്ങോട്ട് നടക്കി ഇങ്ങോട്ട് നടക്കി ചെയ്യുന്ന അവരുടെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്ടവും നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ക്ലയൻസുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ഒരു ഫോട്ടോഗ്രാഫി മേഖല ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എല്ലാവരും. ഈ ഒരു തിരക്കുള്ള ദിവസം അല്ലെങ്കിൽ ടെൻഷനായിട്ട് വെഡ്ഡിങ്ങിന് പോകുന്നൊരു ദിവസം നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് പിക്ചേഴ്സ് കിട്ടുന്നുള്ള ആഗ്രഹത്തിൽ ഇത്രയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് തന്ന ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ഇനിയും ഗ്രൂമിനെ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പ്രോഗ്രാം ഫുള്ള് ഡിലേ ആവും. അപ്പോൾ ഹാഫ് ആൻ അവർ കിട്ടിയ ബെസ്റ്റ് പിക്ചേഴ്സും വീഡിയോസൊക്കെ വെച്ച് നമ്മൾ ഹാപ്പി ആക്കി നേരെ ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് വിട്ടു. സിമ്പിൾ ആയതുകൊണ്ട് കുറച്ച് പ്രയാണം പരിപാടികളൊക്കെ കാണും, അത്ര മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതിനുശേഷം പള്ളിയിലേക്ക് പോകും. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. നെക്സ്റ്റ് നമുക്ക് വീട്ടിലേക്ക് പോകും. പെട്ടെന്ന് നിങ്ങളോട് കാര്യങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് കയറുന്ന കാരണം ഗ്രൂം ഓൾറെഡി സെറ്റാണ്. ഗ്രൂമിനെ വിഷ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നേരെ വന്നു ഗ്രൂമിനെ വിഷ് ചെയ്യുന്ന കുറച്ച് അങ്ങനെയുള്ള വിഷ്വൽസ് ഒക്കെ എടുത്തു. പിന്നെ സ്ഥലം ഇവിടെ കുറച്ച് കുറവായതുകൊണ്ടും ആളുകൾ വളരെ കൂടുതലായതുകൊണ്ടും ലൈറ്റ് അപ്പ് ചെയ്യുന്നതിന് ഭയങ്കര സീനായിരുന്നു കേസ്. ബട്ട് അവിടുത്തെ ജനലിൽ നിന്ന് അവൈലബിൾ ആയിട്ട് നൈസായിട്ട് വരുന്നുണ്ടായിരുന്നു കേസ്. പിന്നെ ഓപ്പോസിറ്റിലൊരു ലൈറ്റ് ഫില്ല് ചെയ്ത് അങ്ങനെ. ഇനി അടുത്ത പ്രയറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഡ്ഡിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാർട്ടും ഈ പ്രയർ തന്നെയാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് പ്രയറൊക്കെ ചൊല്ലി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ കുറച്ച് കഞ്ചസ്റ്റർ ഓട്ടവും ബഹളമൊക്കെയാണ്. ആ സമയത്ത് നമുക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ യാതൊരു നിർവാഹമില്ല കേസ്. പിന്നെ പള്ളിയിലുള്ള പ്രോഗ്രാംസ് ആണ് ഇത് നിങ്ങൾ കാണുന്നത്. അത് കുറച്ച് മന്ത്രകോടിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ബ്രൈഡ് ഗ്രൂം എൻട്രി ചെയ്യുന്നതാണ്. പിന്നെ പള്ളിയിലേക്ക് എൻട്രി ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ പരിപാടികളും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമുക്കത് കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്. അതെല്ലാ പള്ളികളും അങ്ങനെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ബ്രൈഡിനും ഗ്രൂമിനും അവരുടെ പപ്പയുടെയും അമ്മയുടെയും കൂടെ പള്ളിയിലേക്ക് എൻട്രി ചെയ്യാൻ പോകാനുള്ള സമയം കിട്ടില്ല. കാരണം ആ സമയത്ത് കുറച്ച് കൺജസ്റ്റഡായി. പിന്നെ പള്ളിയിൽ നമുക്ക് ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേസ്. പിന്നെ ഞാൻ പറ്റുന്ന അത്രയും വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ പള്ളിയും കുറച്ച് റെസ്ട്രിക്ഷൻ ആണ് ആ കാര്യം. അത് ആദ്യമേ ഒരു അനൗൺസ് ചെയ്യും, ഫോൺ ഉപയോഗിക്കരുത്, ക്യാമറമാർ ക്യാമറ എടുക്കുന്നുണ്ട്, നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കരുതെന്ന് അവർ ആദ്യമേ അനൗൺസ് ചെയ്യും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ റൂൾ അങ്ങനെയാണ്.
നമ്മൾ പിന്നെ പെട്ടെന്ന് സൈഡിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി പെട്ടെന്ന് കല്യാണത്തിൻ്റെ പോർഷൻ ആയിരിക്കും. പിന്നെ അവരോട് അച്ഛൻ രണ്ടുപേരും കല്യാണത്തിന് സമ്മതമാണെന്ന് ചോദിക്കും. സമ്മതമാണെന്നുണ്ടെങ്കിൽ പിന്നെ കെട്ടാണ്. അവർ എല്ലാവരും സമ്മതമാണെന്ന് പറയുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കെട്ട് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച, സ്വന്തം റിലേറ്റീവ്സിൻ്റെ കല്യാണം ഇങ്ങനെ വേറെ രാജ്യത്തിരുന്ന് ഫോണിലൂടെ കാണുന്ന ഒരു അവസ്ഥ ഭയങ്കര ശോകമാണ്. പക്ഷേ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വേറെ മാർഗ്ഗമില്ല ഗൈസ്. അന്നേരം ഇങ്ങനെയുള്ളൊരു വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നൈസായിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ മാറി കൊടുക്കും, കാരണം അവർക്കത് കാണണമല്ലോ. പിന്നെ അതിനുശേഷം മോതിരം ഇടുന്ന പരിപാടിയാണ്. പിന്നെ മന്ത്രകോടി കൊടുത്തു. മന്ത്രകോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസപ്ഷൻ ടൈമിൽ ബ്രൈഡ് ഈ ഡ്രസ്സ് ഈ മന്ത്രകോടി കൊടുത്തിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയത് പിന്നെ മാസ് കുർബാന അടക്കമാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് ഇതാണ് കണ്ണൻ വിജയ, വൺ ഓഫ് ദി ഫോട്ടോഗ്രാഫർ, ഞങ്ങളുടെ കൂടെയുള്ള ഫോട്ടോ. കണ്ണൻ വിജയ അറിയാതെ കണ്ണൻ വിജയായിട്ടൊരു വീഡിയോ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ എന്നെക്കാളും മുന്നേ കണ്ണൻ വിജയ്ക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുള്ള കാര്യം. അവർക്ക് ഫോണിൽ തന്നെ നോക്കിയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള പ്രോഗ്രാം വെച്ചാൽ ഇനി കുർബാനയാണ് നടക്കുന്നത്. അന്നേരം കുർബാന ടൈമിൽ നമുക്ക് ആക്ച്വലി ക്യാപ്ചർ ചെയ്യാണ്ട് പല പള്ളികളിലും നമുക്ക് സമ്മതിക്കത്തില്ല. അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അന്നേരം ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇനി റിസപ്ഷനും ബാക്കിയുള്ള പ്രോഗ്രാമാണുള്ളത്. അന്നേരം അവിടെ കുർബാനയാണ് നടക്കുന്നത്. കുർബാന സമയത്ത് നമ്മൾ മോസ്റ്റ്ലി ഫോട്ടോഗ്രാഫേഴ്സ് പുറത്തിറങ്ങിയിരിക്കാനാണ് പതിവ്. പിന്നെ ചില പള്ളികളിൽ ചില അച്ഛന്മാർ കലിപ്പായിരിക്കും, ചില സ്ഥലങ്ങളിൽ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ പള്ളിയിൽ ഇന്നത്തെ കല്യാണത്തിന് അച്ഛൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള അച്ഛനാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മളെ ഒരു നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു പെർമിഷൻ തരും എല്ലാ തരത്തിലും. പിന്നെ ചില ഫോട്ടോഗ്രാഫേഴ്സ് ഈ പറയുന്ന കണക്ക് പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കണം പല അച്ഛന്മാരും കലിപ്പ് കാണിക്കുന്നു. സാഹചര്യത്തിന് സമ്മർദ്ദം എന്ന് തന്നെ പറയണം. അപ്പോൾ അതാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇനി ഇത് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റേജിൽ പോകുന്ന പരിപാടിയാണ് അടുത്തുള്ളത്. അത് ഇതിനിടയ്ക്ക് ഒത്തിരി ഇൻസ്ട്രക്ഷനും പരിപാടി ഡിസിഷനും ഒരുപാട് പരിപാടികൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ പരിപാടി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, റിച്വൽസ് അല്ല, ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഷൂട്ടിനിടയ്ക്ക് അത് ക്യാപ്ചർ ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ക്യാമറ അസിൻ്റെ കയ്യിലായിരിക്കും, ഫോൺ അസിൻ്റെ കയ്യിലായിരിക്കും. അന്നേരം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അന്നേരം മാക്സിമം കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിനി സ്റ്റേജിൽ കാണാം. ഇതിനിടയ്ക്ക് നടക്കുന്ന എല്ലാ പരിപാടിയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ബ്രൈഡിനെയും ഗ്രൂമിനെയും വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പള്ളിയുടെ മുമ്പ് വെച്ച് ഫോട്ടോ എടുക്കും. അത് എത്രത്തോളം എപ്പോഴും നടക്കാറില്ല പലപ്പോഴും. ഇപ്പം സമയം മീൻസ് ഇപ്പോൾ ഉച്ചയായി, എല്ലാവരും ഫുഡിനായിട്ട് വിശക്കുന്ന ടൈമാണ്. കാരണം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഉള്ള ആളാണ് മൊത്തം. അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി കല്യാണത്തിന് വരുന്ന ഒരു 50% ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ പരിപാടികളൊക്കെ നല്ല പരിപാടികളൊക്കെ പെട്ടെന്ന് കണ്ടു പോകാനും വേണ്ടുന്ന ആളാണ് കൂടുതലും. അന്നേരം ഫുഡിൻ്റെ ടൈം ആകുമ്പോഴായിരിക്കും കൂടുതൽ ആൾ വരുന്നത്. അന്നേരം അവർ ഈ പറയുന്ന ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. അന്നേരം ഇവിടെ ബ്രൈഡ് ഗ്രൂം വെയിറ്റ് ചെയ്ത് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ടോട്ടലി ഡിലേ ആവും. അതുകൊണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാനേ സമ്മതിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകും. അതാണ് എല്ലായിടത്തും മോസ്റ്റ്ലി നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ട് നമുക്ക് തിരിച്ചു തരാം. ഇപ്പോൾ തന്നെ ടൈം 1:30 ആയി. ഇനി അവരെ കുറച്ച് ഫോട്ടോസ് എടുത്ത് പെട്ടെന്ന് അവർ റിസപ്ഷൻ ഹാളിലേക്ക് വിടണം. കാരണം എല്ലാവരും അവർക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഇനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതുകൊണ്ട് ഇനി ബന്ധുക്കാർ നമ്മളെ തെറി വിളിക്കുക അവരെ വിട്ടില്ലാന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെ വിട്ട്. സത്യത്തിൽ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്, കാരണം ഫാമിലി ഫുള്ള് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞങ്ങൾ ഒരു ടീം ഒരു ഫോട്ടോയും വീഡിയോ അവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള ടീം നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുക. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, ബ്രൈഡ് ഗ്രൂം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റേജിൻ്റെ എൻട്രി കുറച്ച് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൻ്റെ ഭാഗമായിട്ട് ഡെക്കോർ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഡെക്കോർ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഓൾറെഡി നമ്മുടെ ഗ്രൂ അവിടെ ഉണ്ട്. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അതിസാഹസികമായ ഫോട്ടോഷൂട്ടിന് ശേഷം ബ്രൈഡും ഗ്രൂമും അങ്ങനെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തു. നിങ്ങൾക്ക് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എന്താണ് ഈ നടന്നു പോകുന്ന പയ്യനെ കണ്ടോ? ഫ്രണ്ടിൽ നടന്നു പോകുന്ന പയ്യൻ സത്യം പറഞ്ഞാൽ ലൈറ്റ് വർക്ക് ഇതുപോലുള്ള ഫയർ വർക്കുകൾ നടക്കുമ്പോൾ ഒരിക്കലും കുഞ്ഞുങ്ങളും നിങ്ങളും മാക്സിമം മുതിർന്നവരും അതിന് മുമ്പിൽ പോയി നിൽക്കില്ല. കാരണം ഇത് ഫേസിലടിക്കുകയോ അല്ലെങ്കിൽ ദേഹത്ത് ടച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊള്ളലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങളും എപ്പോഴും മാറി നിന്ന് ഷൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഒബിയസ്ലി മാറി നിന്നേ ഷൂട്ട് ചെയ്യാറുള്ളൂ, സേഫ്റ്റി മുഖ്യം വെക്കില്ലേ. അതിനുശേഷം അവർ നേരെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തു. സ്റ്റേജിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേക്ക് കട്ടിങ്, മെഴുകുതിരി കത്തിച്ച് ലൈറ്റ് ചെയ്യുക, പിന്നെ ഫാമിലിയുടെ പിക്ചർ എടുക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയാണ്. ആങ്കർ പിന്നെ നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫാമിലി പിന്നെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തു. ഫാമിലി സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോഗ്രാഫർ അതുപോലെ തന്നെ നന്നായി കോർഡിനേറ്റ് ചെയ്ത് രണ്ടുപേർക്ക് ഒരുപോലെ വിഷ്വൽ കിട്ടത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്ന അവരുടെ ഫോട്ടോ എടുക്കാനല്ല ഗൈസ്, അവർ എൻ്റർ ചെയ്യുന്ന എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാനതിനാണ് സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റേജിൽ നിന്ന് മാത്രമേ ഓഡിയൻസിന് ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം അവർ ലൈറ്റ് ചെയ്തു. പിന്നെ ഫാമിലിയിലെ പപ്പായും മമ്മിയും ലൈറ്റ് ചെയ്യും. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് പരിപാടികളാണ് ബാക്ക് ടു ബാക്ക് നടക്കുന്നത്. പിന്നെ ഈ റിച്വൽസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് പറയേണ്ട കാര്യം, ഇവിടെയും ഫയർ വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ദൂരോട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അവരെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്, അവരെ കുറച്ച് ഓണാണ്. പിന്നെ അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോ ഒബിയസ്ലി സ്റ്റാർട്ട് ചെയ്തു. ഗ്രൂപ്പ് ഫോട്ടോ ഒരുപാടുണ്ട്, അതെല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് അവർ ഏകദേശം ഒരു 3 o'clock ആയപ്പോഴാണ് ഗൈസ് അവർ ഫുഡ് കഴിക്കാനായിട്ട് തന്നെ വന്നത്. അന്നേരം ഫാമിലി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൽ ഫുഡ് കഴിച്ചു. അന്നേരം ഓൾറെഡി എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അന്നേരം അവർ ഫുഡ് കഴിച്ച് ഇനി നേരെ ഹോം എൻട്രിക്ക് പോകാമെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിന് യാതൊരു പരിപാടിയും ഇല്ല, നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോഴത്തേക്ക് ഇടവേളകൾ ആനന്ദകരമാക്കാൻ പിള്ളേർ ഗെയിം കളിക്കുകയാണ് ഗൈസ്, പറപ്പൻ ഗെയിം.
പകുതി വെള്ളം നിറച്ചിട്ട് കുപ്പി എറിഞ്ഞ് കളിക്കുന്ന ഒരു ഫ്രഷ് ഗെയിം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ പരിപാടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ജോയിൻ ചെയ്തു. പക്ഷേ നല്ല പാടുള്ള പരിപാടിയാണ്. നീ പുറത്തുനിന്ന് നടന്നാണ് കളി. കുപ്പി വെള്ളം നിറച്ച് കറക്കി അടിക്കുകയെന്ന് വെച്ചാൽ നല്ല പാടാണ് ഗൈസ്. അപ്പോഴത്തേക്ക് അവർ വന്നു, കുറച്ച് കപ്പിൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനേ അല്ലായിരുന്നു. ബ്രൈഡും ഗ്രൂമും സ്റ്റേജിലെ ഓൾറെഡി പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഹോം എൻട്രി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഗ്രൂമിന് ഷൂട്ട് ചെയ്ത ആ അടിപൊളി ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാമെന്ന് തന്നെ ആയിരുന്നു പ്ലാൻ. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓൾറെഡി ടയർഡാണ്, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വിഷ് ചെയ്യാനായിട്ട് വരും, അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൾറെഡി ടയർഡാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവരുടെ വന്ന കാറ് കണ്ടു. ആ കാറിൻ്റെ ഫ്രണ്ടിൽ സമയം വളരെ കുറവായതുകൊണ്ടും അവർക്ക് പെട്ടെന്ന് പോകേണ്ടുള്ളതായതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഷൂട്ട് വൈൻഡപ്പ് ചെയ്ത് അവരെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് ഗൈസ്. ആക്ച്വലി ഗൈസ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ നിർത്താൻ സമയമായി. കാരണം വേറെ മാർഗ്ഗമില്ല. ക്ലയൻറ്റിനാണെന്നുണ്ടെങ്കിൽ അവർ ടയർഡാണ്. കുറച്ചധികം ആളുണ്ടായതുകൊണ്ട് തന്നെ അവർ ടയർഡാണ്. ഇന്നിപ്പോൾ ക്ലയൻസ് മീൻസ് എന്താ പറയുക, ഇന്ന് പ്രോഗ്രാമിന് ഒരുപാട് ആളുണ്ടായത് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ടൈം സ്പെൻഡായി. അങ്ങനെ അവർ സോ ടയർഡാണ്. അതുകൊണ്ട് ഇന്നിനി അവർക്ക് ടൈം പറ്റും കപ്പിൾ അധികം എടുക്കാൻ ടൈം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വേണം വണ്ടി എടുത്ത് കുറച്ചെടുത്തു. അങ്ങനെ വൈകിട്ട് ഹോം എൻട്രിക്കായി ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഒരു ടീം പോയി. പിന്നെ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വർക്കൊക്കെ നേരെ ബാക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചു. കണ്ണൻ വിജയാണ് വർക്കെല്ലാം ബാക്കപ്പ് ഇടുന്നത്. അന്നേരം കണ്ണനെ കുറച്ച് മുമ്പ് ഞാൻ പരിചയപ്പെട്ടായിരുന്നു, നമ്മുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫറായിരുന്നു. ഇനി കണ്ണൻ വിജയുടെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം നമുക്ക്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫോട്ടോഗ്രാഫി ലൈഫിൽ എത്ര വർഷം? ഞാനിപ്പോൾ കറക്റ്റ് 16 വർഷം. 16 വർഷം. അതാണ് കണ്ണപ്പയ്യയുടെ എക്സ്പീരിയൻസ്. സോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അന്നേരം ഇന്ന് കണ്ണപ്പയ്യയുടെ കൂടെ ആയിരുന്നു ഫോട്ടോ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കണ്ണപ്പനാണ് ലീഡിങ് ഫോട്ടോഗ്രാഫർ. ഞാൻ കണ്ണപ്പൻ എന്നാണ് വിളിക്കുന്നത്. അന്നേരം കണ്ണൻ വിജയോട് ഇപ്പോൾ ഇത്രയും നാളത്തെ ഫോട്ടോഗ്രാഫി ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉന്നമനം കിട്ടിയിട്ടുള്ളതുമായ ഒരു മേഖലയാണല്ലോ ഈ ഫോട്ടോഗ്രാഫി, അല്ലേ? റൈറ്റ്. ഈ കണ്ണൻ വിജയ എന്ന് പറയുന്ന ചേർത്തലുള്ള കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണൻ വിജയ ആക്കിയത് ഫോട്ടോഗ്രാഫിയാണ്. അന്നേരം ഇത്രയും നാൾ ഈ 16 വർഷം ഫോട്ടോഗ്രാഫിയിൽ നിന്നിട്ട് എന്താണ് ഇതിൽ നിന്ന് പഠിച്ച ഒരു സംഭവം? എന്തായാലും ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്താ, ഇപ്പം ഫോട്ടോകൾ എടുക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ആണോ? ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടണല്ലോ. ക്ലയന്റ് നമ്മുടെ അടുത്ത് അത് കഴിഞ്ഞൊരു പെരുമാറ്റം ഉണ്ടാവുമല്ലോ എല്ലാവരും. ആ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടല്ലോ, കണ്ടിട്ട് പറഞ്ഞൊരു സമയമില്ലേ, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അന്നേരം ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ഫോട്ടോ കണ്ട് ബാക്കിയുള്ളവർ സന്തോഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്. അതാണ് സന്തോഷം. അന്നേരം പലർക്കും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പല ടൈപ്പിലാണ്. ഇപ്പം ഇനിയുള്ള വ്ളോഗുകളെല്ലാം ഒരേ ഫോട്ടോഗ്രാഫേഴ്സ് വരും ഇങ്ങനെ നമ്മളോട് സംസാരിക്കാനായിട്ട്. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരേ ദിവസം ചെല്ലുമ്പോൾ ഒരേ ഫോട്ടോഗ്രാഫേഴ്സിനെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അന്നേരം കണ്ണൻ വിജയ്ക്ക് കിട്ടിയിട്ടുള്ള കണ്ണൻ വിജയ ഇൻസ്റ്റാഗ്രാമിൽ കണ്ണൻ വിജയ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കണ്ണൻ വിജയുടെ ഫോട്ടോഗ്രാഫി എല്ലാം കാണാൻ പറ്റും. ഇപ്പം വലിയൊരു ബ്രേക്ക് ത്രൂവിന് ശേഷമാണ് കണ്ണൻ വിജയ വന്നേക്കുന്നത്. ഏകദേശം ഒരു കണ്ണൻ വിജയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായി, ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളി അതിൽ നിന്നൊക്കെ റിക്കവറായി പഴയ പൂർവാധിക ശക്തിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ 2ാം ജന്മത്തോട് കണ്ണൻ വിജയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരു തിരിച്ചു പ്രത്യേകിച്ചൊന്നും പറയാനായിരുന്നു. അല്ല, ഇത് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഇപ്പം വീഴ്ചയുള്ള ആൾക്ക് എങ്ങനെ സംഭവിക്കാം. ഇപ്പം ചിലപ്പോൾ ബൈക്കിൽ നിന്ന് വീഴാം, ഇപ്പം നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റുകൾ പറ്റാം, അല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം. ആൾക്ക് ഇപ്പം 10-20 വയസ്സുള്ള ആൾക്ക് ഷോക്ക് വരുന്നുണ്ട്. നമ്മളെ പ്രായത്തിലുള്ള ആൾക്ക് ഷോക്ക് വരുന്നുണ്ട്. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അന്നേരം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ആക്സിഡന്റിൽ നിന്ന്, നമ്മുടെ ഒരു വൈയായികയിൽ നിന്ന് തിരിച്ച് വീണ്ടും ആ ഒരു പ്രതാപത്തിലോട്ട് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രതാപത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കണ്ണൻ വിജയ്ക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി കണ്ണൻ വിജയ് വയ്യാതാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വന്ന് ഇപ്പം നിൽക്കുന്ന സ്റ്റേജിലോട്ട് വീണ്ടും തിരിച്ചു വന്നല്ലോ. ഇപ്പൊ പഴയ ഒരു കണ്ണൻ വിജയിലോട്ട് തിരിച്ചു വന്നല്ലോ. ഇപ്പൊ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഫോട്ടോഗ്രാഫി കൊണ്ടും തിരിച്ചു വന്നൊരു സംഭവം ആയി വരുന്നു. അതിനെ പറ്റി ഞാൻ ചോദിക്കുന്നത്, ആ ഒരു റിക്കവറി എങ്ങനെ ഉണ്ടായിരുന്നു? റിക്കവറി അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പറയാനുള്ള എന്റെ ഫോട്ടോഗ്രാഫി ഫ്രണ്ട്സ് ആയിരുന്നു. അവരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ വേറെ പ്രത്യേകതയാണിത്. ഇപ്പം ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനകത്ത് എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ, മീൻസ് നമ്മളെ ആ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇന്ന് കണ്ണൻ വിജയെ പരിചയപ്പെട്ടു. കണ്ണൻ വിജയാണ് വർക്കെല്ലാം കോപ്പി ചെയ്യുന്നത്. അന്നേരം കോപ്പിയും പരിപാടി എല്ലാം കഴിഞ്ഞു, നമ്മളൊന്ന് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കപ്പിൾ ഓൾറെഡി വീട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മളത് ക്യാപ്ചർ ചെയ്യേണ്ട ഒരു ടീം അങ്ങോട്ടേക്ക് പോയി. അന്നേരം നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കോപ്പി ചെയ്ത് ഫുൾ പരിപാടിയെല്ലാം പാക്കപ്പ് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയാണ്. ഇനി അടുത്ത വ്ളോഗിങ് അടുത്ത ഡേയ്സിലായിരിക്കും. എന്നാണ് അടുത്തിനി വെഡ്ഡിങ്, ഇനി ഹൽദി, മെഹന്തി, അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകളാണ് ഇനി അടുത്ത വരാനുള്ളത്. അന്നേരം ഇനി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങാണ് മേ ബി അടുത്ത നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സീ യു ഗൈസ്, ബൈ ബൈ.